നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അവര് അല്ലാഹുവിനാണ് എല്ലാ കഴിവും അവർ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. എല്ലാ കഴിവിന്റെയും ഉടമ അള്ളയാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗം പറയുന്നു. നാം പറയുന്നു അത് ശരിയല്ല ജനങ്ങളെ. റബ്ബിന്റെ ഖുർആനിൽ അതിന് വിരുദ്ധമാണുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനാണ് എല്ലാത്തിന്റെയും ഉടമാവകാശം എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയ കിതാബു തൗഹീദിലുള്ളതും തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യാനേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ മടവൂരുകാരൊക്കെ പറയുന്ന തരത്തിൽ തന്നെയാണ് അവിടുത്തെ ഷൂന്, അവിടുത്തെ ഔക്കാഫിന്റെ ഷൂനും പുറത്തിറക്കുന്നത്. 3 തൗഹീദ്: തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ അസ്മാ വസിഫാത്ത്. ഈ 3 തൗഹീദുകളിൽ നിന്ന് ഓരോന്ന് വിഭജിക്കുക. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ വഹുവ തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി, പടച്ചോന്റെ പ്രവൃത്തികൾ കൊണ്ട് പടച്ചോനെ ഏകമാക്കുക. മിസ്ലുൽ ഖൽഖി വർ-റസ്ഖി വത്തദ്ബീരിൽ ഉമൂരി വൽ ഇഹ്യാഇ വൽ ഇമാതത്തി വനഹ്വി ദാലിക. ഈ പറഞ്ഞ പ്രവൃത്തിയൊക്കെ പടച്ചോനുള്ളൂ. ഫലാ ഖാലിഖ ഇല്ലല്ലാഹ് വലാ റാസിഖ ഇല്ലല്ലാഹ് വലാ മുദബ്ബിറ ഇല്ലല്ലാഹ് വലാ മുഹയ്യ വലാ മുമീത ഇല്ലല്ലാഹ്. വഹാദ നൗഉ ഖദ് അഖറ ബിഹിൽ കുഫാർ അലാ സമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അന്നത്തെ മുശ്രിക്കുകൾ ഈ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ എന്നത് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഭാഗിക മുശ്രിക്കുകളാണ് റസൂലുള്ളാഹിന്റെ കാലത്തെ മുശ്രിക്കുകൾ. അള്ളാന്റെ റസൂലിനെ പറിച്ചു റസൂലിന്റെ ദീനിനെ കുറിച്ചും നബിന്റെ ദഅവത്തിനെ കുറിച്ചും പറയുന്ന മുഫസ്സിരീങ്ങളൊക്കെ എഴുതുന്നത് എന്തെല്ലാം കൂട്ടാമാട്ടി ശിർക്കുണ്ടോ, ഈ ശിർക്കിന്റെ എല്ലാ ഇനങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെട്ട ഒരു മുർസലായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. കാരണം എല്ലാ ജനങ്ങളിലേക്കും അയക്കപ്പെട്ടവരായതുകൊണ്ട് ഏത് നാട്ടിലെ ഏതു തരം ശിർക്കുണ്ടോ ആ ശിർക്ക് കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ എന്ന് സകല മുഫസ്സിറുകളും വാഴ്ത്തുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു. ആ ഭാഗത്ത് അവർക്ക് ശിർക്കുണ്ടായിരുന്നില്ല എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത്. ഇബ്നു തൈമിയ്യ ചൊല്ലിക്കൊടുത്തത് അത് തന്നെ വഹാബിസവും പറയുന്നു. രണ്ടാമത്തെ തൗഹീദ് അതിനെന്താ തെളിവ്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു പറയാൻ ആകാശഭൂമികളെ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് ഉത്തരം പറയും ഇവർ നിർബന്ധിതരായി എന്നല്ല പറഞ്ഞ് ധ്യാനാർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയട്ടെ, അള്ളാന്റെ റസൂല് ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് മുശ്രിക്കീങ്ങളോട് മൻ ഖലഖസ് സമാവാതി വൽ അർള എന്ന് ചോദിച്ചതായോ മുശ്രിക്കീങ്ങൾ അള്ളാഹു എന്ന് ഉത്തരം നൽകിയതായോ ഒരു ചെറിയ കൊച്ചു ചരിത്രം ഏതെങ്കിലും മൂക്ക് കീഴ്പോട്ടുള്ള വഹാബിക്ക് സുന്നികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിലല്ലേ ഇതവർ സമ്മതിച്ചു എന്ന് പറയാം? ഇതെന്തെങ്കിലും നബി ഏതെങ്കിലും സദസ്സിൽ വെച്ച് ചോദിച്ചിട്ട് അള്ളാഹ് മുശ്രിക്കീങ്ങൾ ഉത്തരം പറഞ്ഞോ? അതെവിടെയും പറഞ്ഞിട്ടില്ല. വലഇൻ സഅൽതഹും, തങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും. നിർബന്ധിതരായിട്ട് അങ്ങനെ പറയും. ചോദിച്ചു എന്നുമില്ല, പറഞ്ഞു എന്നുമില്ല. അത് തെളിയിക്കാൻ വഹാബി വകക്കോ ഒരു ബിദ്അത്തിന്റെ സംഘത്തിനും കഴിയുകയുമില്ല. ഒരു ഗന്ധം നോക്കിയാലും കിട്ടൂല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു മാ കാന ഫിൽ ഖുർആനി ഇൻ എന്ന സാങ്കല്പികമായ ഭാഷ ഉപയോഗിച്ചിട്ട് ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാകാത്തതാണ്, അതൊന്നും ഉണ്ടായിട്ടില്ലാത്തതാണ്. അതായത് നബി ചോദിച്ചിട്ടുമില്ല, അവർ ഉത്തരം പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാ ഇവരത് അംഗീകരിച്ചിരുന്നു എന്ന് പറയാ? അംഗീകരിക്കാൻ നിർബന്ധിതരാകും, മിണ്ടാതെ നിൽക്കും. അപ്പൊ അള്ളാഹ്ക്ക് പറയേണ്ടി വരും. കാരണം ആകാശഭൂമികളെ പടച്ചത് ഇവരെ മുമ്പാ. ഇവര് പടച്ചുണ്ടാക്കിയതാണ് ലാത്ത ഉസ്സ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളും അതിലെ പ്രതിഷ്ഠകളും സുദ് സവായ് തുടങ്ങിയിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ. ഇവയാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന് അന്നം തിന്നുന്ന ആരെങ്കിലും പറയോ? മനുഷ്യബുദ്ധിയുള്ള തലച്ചോറുള്ളവൻ പറയോ? ചെകിരി തലച്ചോറുള്ളവനല്ലേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൻ ഖലഖസ് സമാവാതി വൽ അർള് ചോദിച്ചാൽ ഇവരിങ്ങനെ പറയേണ്ടി വരും എന്നേ ഈ വാക്യത്തിലുള്ളൂ. പക്ഷെ ഇവർ പറയുന്നു ഇതെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ജൽപ്പനമാണ്.